നിങ്ങളെ കയ്യിൽ പണം വരുന്നുണ്ട്, പക്ഷെ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് പണം എവിടെ പോകുന്നതെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ എത്ര കിട്ടിയാലും ബാക്കി ഒന്നും കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൈ ഓട്ടക്കൈ ആയതുകൊണ്ടൊന്നല്ല പണം നിൽക്കാത്തത്. നിങ്ങൾക്ക് പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പണം കയ്യിൽ നിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ പണത്തെ കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും. ഹായ്, ഞാൻ നിഷ, മൈൻഡ് പവർ കോച്ച് ആൻഡ് ഹാപ്പിനെസ് കോച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലേ? നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ പഠനം, ആരോഗ്യം, യാത്ര, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിൽ പണം വേണം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പണം കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻ്റെ കൈ ഓട്ടക്കൈയാണ്, പണം കിട്ടിയാൽ എൻ്റെ കയ്യിൽ നിൽക്കൂല എന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പണം കയ്യിൽ നിൽക്കാത്തത് നിങ്ങളുടെ കൈ ഓട്ടക്കൈ ആയതുകൊണ്ടൊന്നല്ല, പണത്തെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ആ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണിത് പണത്തെ മാനേജ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, പണം വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പലരും എന്ന് വെച്ചാൽ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെലവാക്കും അല്ലെ? ആവശ്യമില്ലതും ഇല്ലാത്തതും എല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടും. എന്നിട്ടാകുമ്പം മാസാവസാനം നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതായിരിക്കും മിക്കപ്പോഴും സംഭവിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാം. ആദ്യം നമ്മൾ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യാം, അതിനുശേഷം നമ്മൾ സ്പെൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എത്ര ചെറിയ തുകയാണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇത്ര കണക്കെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്കത് സേവ് ചെയ്യാം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, പണത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആൾക്കാർ പറയുന്നട്ടെ, പണമൊന്നും ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമല്ല, പണം വരും പോവും അല്ലെ? ചില ആൾക്കാർ പറയുന്നേക്ക, കിട്ടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യാം? സേവ് ചെയ്യണമെന്നൊന്നുമില്ല, കിട്ടുന്ന പൈസ നമ്മൾ ലാവിഷായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പണത്തെ വലിയൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പണത്തെ കാണുന്നതെങ്കിൽ പണം നമ്മളെ കയ്യിലേക്ക് വരൂല. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പണം എപ്പോഴും നമ്മൾ പറയാം, പണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമില്ല ഒന്നാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ പറയണം അല്ലെ? പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പണം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ജീവിതത്തിൽ. പണത്തെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. പണത്തെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പണത്തെ ആരാധിക്കണം എന്നല്ല പറയുന്നത്. അതിന്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ എവിടെ ചെലവാക്കണം, എവിടെ സേവ് ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെലവുകളാണ് ഏറ്റവും ചോർച്ച. അതായത് നമ്മൾ പലപ്പോഴും അറിയാം, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഫ്ലിപ്കാർട്ട്, ആമസോൺ ഏതിലാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയം ചെറിയ പൈസയിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്യും. ഓരോന്ന് നോക്കുമ്പോൾ ഇതിന് ഇത്ര പോകും, ഇതിന് ചെറിയ പൈസയല്ലേ, അങ്ങനെ ചെറിയ പൈസയിൽ നമുക്ക് ഓരോരോ കാര്യം നമ്മൾ ഒന്ന് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യും. പിന്നെ മാസം അവസാനം ആകുമ്പോഴേക്കാണ് നമ്മൾ നോക്കുക, ലാസ്റ്റിൽ ഇതിന് മാത്രം നല്ലൊരു പണമായി ലാസ്റ്റിൽ ഇതിന് മാത്രം നല്ലൊരു പൈസ ആയിട്ടുണ്ടാവും. നമ്മൾ ചെറിയത് എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു തുകയായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചെലവുകളാണ്. എപ്പോൾ നമ്മൾ വലിയ ചെലവിനെയാണ് നമ്മൾ ആദ്യം നോക്കുക. പക്ഷെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതുപോലെയുള്ള ചെറിയ ചെലവുകളാണ്. ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പലതും നമ്മൾ വാങ്ങിക്കൂട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ചെലവ് ഒരു മാസം കൃത്യമായിട്ട് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് എവിടെ ചെലവാകുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ നല്ല മൈൻഡ് സെറ്റിലാണ്. ചിലവർ പൈസ കൊടുക്കും, അത് വിഷമത്തോടെ കൊടുക്കുന്ന കാണാം. നമ്മളിപ്പം ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും കൊടുത്തോല്ലോ, കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് കൊടുത്തോല്ലോ, ഇപ്പം എൻ്റെ പൈസ പോയല്ലോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾ വിഷമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് പോയാലും എന്തെങ്കിലും വാങ്ങാൻ പോയാലോ നമ്മൾ വിചാരിച്ചതിലും കുറച്ച് കൂടുതൽ പൈസ ആയിട്ടുണ്ടെങ്കിൽ ആ പൈസേന്റെ കണക്ക് നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ പൈസ പോയല്ലോ, ഇത്ര പൈസ പോയി, ആ പൈസേന്റെ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. നമ്മൾ ഒരു സിനിമയിൽ ദിലീപ് പറയുന്നില്ലേ, ആ പൈസയുടെ 1150 രൂപ ഉണ്ടെങ്കിൽ എന്നുള്ളത്, ആ ഒരു പോലെ നമുക്ക് അതുപോലെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലവായ പൈസേന്റെ കണക്ക് ഇങ്ങനെ കുറേ ദിവസം പറഞ്ഞുകൊണ്ടേ നിൽക്കുന്ന സ്വഭാവം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ പൈസ വാങ്ങുമ്പോഴും നല്ല മൈൻഡ് സെറ്റിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും പൈസ തരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, അതുപോലെ തന്നെ കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പൈസ സന്തോഷത്തോടെ കൊടുക്കുക. ഇങ്ങനെ സന്തോഷത്തോടെ പൈസ കൊടുക്കുമ്പോഴാണ് നമ്മളുടെയൊക്കെ ആ പണം തിരിച്ചു വരിക. ഇനി അവരിൽ നിന്ന് തന്നെ ആവണം തിരിച്ചു വരിക എന്നില്ല, നമ്മൾ ആരിൽ നിന്നെങ്കിലും നമുക്ക് പണം നമ്മളിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, സന്തോഷത്തോടെ. ഇനി പണം കയ്യിൽ നിൽക്കാൻ നമുക്കൊരു സിമ്പിൾ റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പണം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാലറി ആയിക്കോട്ടെ എന്തായാലും നമ്മൾ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചെലവാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ചെലവുകൾക്ക് നമുക്ക് എടുക്കും. ആദ്യം എപ്പോഴും വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഇത്രന്നല്ല, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് എപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പഠിക്കും. എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലുപരി നമ്മൾ എത്ര സേവ് ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പണം കയ്യിൽ നിൽക്കുന്നതിന്റെ കാരണം എങ്ങനെയെന്ന് പറഞ്ഞാല് പണത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല, അതുപോലെ തന്നെ എൻ്റെ കൈ ഓട്ടക്കൈയാന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ പറയുന്ന ഈ 4 ചോദ്യങ്ങൾക്കും നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തേത്, എൻ്റെ പണം എവിടെ പോകുന്നു? രണ്ടാമത്തേത്, ഞാൻ എന്തിനു വേണ്ടി ചെലവാക്കുന്നു? മൂന്നാമത്തേത്, ഞാൻ എത്ര സേവ് ചെയ്യുന്നു? ഇനി നാലാമത്തേത്, പണത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഈ 4 ചോദ്യങ്ങൾക്കും നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തും. അപ്പോൾ പണത്തെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക. അതായത് റെസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് അതിനെ ബുദ്ധിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. പണത്തെ എപ്പോഴും നിയന്ത്രിക്കാൻ പഠിക്കണം, അല്ലാതെ പണം നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.